ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നാണ് മൗലിക അവകാശം അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നാണ് മൗലിക അവകാശം അറിയപ്പെടുന്നത്. ഇതിന്റെ ഉറവിടം എവിടെയാണ്? അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഭാഗം ചോദിച്ചാൽ മൂന്നാം ഭാഗമാണ്. എത്രാം ഭാഗമാണ്? മൂന്നാം ഭാഗമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നു. അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 3ആണ്. അപ്പൊ എന്താണ് ഓർക്കാനുള്ള ട്രിക്ക് എന്താണ്? ആയിൽ തുടങ്ങുന്നതെല്ലാം ഒന്നിച്ചാണെന്ന് ഓർക്കുക. അവകാശം അമേരിക്ക. അപ്പൊ മൗലിക അവകാശം അമേരിക്ക. ആയിൽ തുടങ്ങുന്നത് കൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എം വെച്ച് തുടങ്ങുന്ന 3 കാര്യങ്ങളാണ് ഏതൊക്കെ? മൗലിക അവകാശം മൂന്നാമത്തെ പാർട്ട്. അതുപോലെ തന്നെ ആദ്യമായി മൗലികാവകാശം വന്നത് മാഗ്ന കാർട്ടയിലാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ എം വെച്ച് കണക്ട് ചെയ്തത് പഠിക്കാം. എന്താണ് മൗലികാവകാശം? ഭാഗം എത്രയാണ് അല്ലെങ്കിൽ പാർട്ട് എത്രയാണ്? മൂന്നാം പാർട്ടാണ്. ആദ്യമായി വരുന്നത് എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ്. ഉറവിടം അല്ലെങ്കിൽ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം ഭാഗമാണ്. അതുപോലെ തന്നെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. മൗലിക അവകാശം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. എത്ര അവകാശങ്ങൾ? തുടക്കത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോഴോ 6 എണ്ണമാണുള്ളത്. അപ്പൊ എത്ര അവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ മൗലികാവകാശങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോഴോ 6 എണ്ണമാണ്. അതിൽ എന്താണ് സംഭവിച്ചത്? സ്വത്തവകാശം നീക്കം ചെയ്തു. ഇത് 1978 44-ാം ഭേദഗതി പ്രകാരമാണ് മാറ്റിയത്. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശം പെടുന്നതായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു? അത് നീക്കം ചെയ്തു. ഇപ്പൊ അതൊരു നിയമാവകാശമാണ്. 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇത് എങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം? പണ്ട് 7 പേരുണ്ടായിരുന്നു. പണ്ട് എത്ര പേരുണ്ടായിരുന്നു? 7 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് സ്വത്തുള്ളവൻ ഇറങ്ങിപ്പോയി. ഇപ്പോൾ 6 പേരെ ഉള്ളൂ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എത്ര അവകാശങ്ങളായിരുന്നു? തുടക്കത്തിൽ 7 അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര അവകാശങ്ങളുണ്ട്? 6 അവകാശങ്ങളാണുള്ളത്. സ്വത്തവകാശം എന്ത് ചെയ്തു? നീക്കം ചെയ്തു. ഏത് വർഷം? 1978 ഏത് ഭേദഗതിയിലൂടെ? 44-ാം ഭേദഗതിയിലൂടെ. എങ്ങനെ ഓർത്ത് വെക്കാം? പണ്ട് 7 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് സ്വത്തുള്ളവൻ ഇറങ്ങിപ്പോയി. ഇപ്പോൾ എത്ര പേരേ ഉള്ളൂ? 6 പേരേ ഉള്ളൂ എന്ന് ഓർത്തു വെക്കുക. സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? ഒരു നിയമാവകാശം മാത്രമാണ്. ഇനി നമുക്ക് മൗലിക അവകാശങ്ങളൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഒന്ന് ഓർത്തു വെക്കുക. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഏത് അവകാശമാണ്? സമത്വത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 23ഉം 24ഉം ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 29ഉം 30ഉം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 32 ചോദിച്ചാൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിനുള്ള അവകാശമായിരുന്നു? സമത്വത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചോദിച്ചാൽ 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശം 23ഉം 24ഉമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ 29ഉം 30ഉമാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ചോദിച്ചാൽ ആർട്ടിക്കിൾ 32ആണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട മൗലിക അവകാശങ്ങൾ. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? സമത്വത്തിനുള്ള അവകാശം എത്ര മുതൽ എത്ര വരെയാണ്? 14 മുതൽ 18 വരെയാണ്. നമ്മൾ പഠിച്ചതാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ്? 14 മുതൽ 18 വരെയാണ്. അതിന്റെ കോഡ് നമുക്ക് നോക്കാം. നിയമം ജാതി നോക്കാതെ ജോലി നൽകി അയിത്തം എന്ന പട്ടം കളഞ്ഞു.
അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക. എന്താണ് നിയമം ജാതി നോക്കാതെ ജോലി നൽകി. അപ്പൊ എന്തായി, അയിത്തം എന്ന പട്ടം എന്ത് ചെയ്തു, അങ്ങ് കളഞ്ഞു, അയിത്തം ഇല്ലാതായി എന്ന് ഓർത്ത് വെക്കുക. എന്താണ് നിയമം ജാതി നോക്കാതെ ജോലി നൽകി. അപ്പൊ നിയമം എന്ത് ചെയ്തു, ജാതിയൊക്കെ മാറ്റിവെച്ച് ജാതി ഒന്നും നോക്കാതെ ജോലി നൽകിയപ്പോൾ അവിടെ എന്ത് നടന്നു, അയിത്തം എന്ന പട്ടം കളഞ്ഞു, അയിത്തം അവിടെ നിന്ന് ഒഴിവായി എന്ന് ഓർക്കുക. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 14 നിയമം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ, അതാണ് നിയമം. ആ കോഡിന്റെ നിയമം എന്താണ്, ആർട്ടിക്കിൾ 14 വന്നപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. ആർട്ടിക്കിൾ 15 ആയപ്പോഴോ ജാതി വന്നു. എന്താണ്, മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 15 എന്താണ്, മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 എന്താണ്, ജോലി എന്താണ്, പൊതു തൊഴിൽ അവസര സമത്വമാണ്. പൊതു തൊഴിൽ അവസര സമത്വമാണ് എന്ത്, ആർട്ടിക്കിൾ 16. അപ്പൊ എന്താണ്, അവസര സമത്വമാണ് എന്ത്, ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17 ആയപ്പോഴോ കോഡിൽ നിന്ന് എന്തെടുക്കാം, അയിത്തം എടുക്കാം. അയിത്ത നിർമാർജനം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ആർട്ടിക്കിൾ 17. എന്താണ്, അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 എന്താണ്, അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 എന്താണ്, പട്ടം അല്ലെങ്കിൽ ബഹുമതികൾ നിർത്തലാക്കലാണ്. എന്താണ്, ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 18 എന്താണ്, ബഹുമതികൾ നിർത്തലാക്കൽ. അപ്പൊ നിയമം ജാതി നോക്കാതെ ജോലി നൽകി അയിത്തം എന്ന പട്ടം കളഞ്ഞു എന്ന കോഡ് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. അപ്പൊ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 14 ആണ്. മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 15 ആണ്. പൊതു തൊഴിൽ അവസര സമത്വം എത്രയാണ്, ആർട്ടിക്കിൾ 16 ആണ്. അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ എത്രയാണ്, 17 ആണ്. ബഹുമതികൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18 ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. 14 എന്താണ്, ആർട്ടിക്കിൾ 14 എന്താണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 ചോദിച്ചാലോ, മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്, മതം, ജാതി, ലിംഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 ആയപ്പോഴോ അവസര സമത്വം, പൊതു തൊഴിലിൽ എന്താണ്, അവസര സമത്വമാണ്. അപ്പൊ എന്താണ്, ആർട്ടിക്കിൾ 16 അവസര സമത്വമാണ്. ആർട്ടിക്കിൾ 17 ചോദിച്ചാൽ എന്താണ്, അയിത്ത നിർമാർജനമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 17 എന്താണ്, അയിത്ത നിർമാർജനമാണ്. ആർട്ടിക്കിൾ 18 ചോദിച്ചാൽ ബഹുമതികൾ നിർത്തലാക്കലാണ്. ബഹുമതികൾ നിർത്തലാക്കൽ എന്നതാണ് എന്ത്, ആർട്ടിക്കിൾ 18. ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കാം. 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. സംസാരിച്ചാൽ കുറ്റമാകില്ല, ജീവനും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ആരും അറസ്റ്റ് ചെയ്യില്ല. ഇതാണ് നമ്മുടെ കോഡ്. എന്താണ്, സംസാരിച്ചാൽ കുറ്റമാകില്ല, ജീവനും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ആരും അറസ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 19, സംസാരിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെ 6 സ്വാതന്ത്ര്യങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ എത്രയാണ്, 19 ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ എന്താണ് 6 സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ആർട്ടിക്കിൾ 20 എന്താണ്, കുറ്റാരോപിതർക്കുള്ള സംരക്ഷണമാണ്. എന്താണ്, ആർട്ടിക്കിൾ 20 എന്താണ്, കുറ്റാരോപിതർക്കുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 21 ചോദിച്ചാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 21 ചോദിച്ചാൽ എന്താണ്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 21A ചോദിച്ചാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. അപ്പൊ ആർട്ടിക്കിൾ 21A ചോദിച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ്. ആർട്ടിക്കിൾ 22 ചോദിച്ചാൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ്. അപ്പൊ എന്താണ്, സംസാരിച്ചാൽ കുറ്റമാകില്ല, ജീവനും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ആരും അറസ്റ്റ് ചെയ്യില്ല. എന്താണ് ആർട്ടിക്കിൾ 19? ആർട്ടിക്കിൾ 19 എന്താണ്, 6 സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 19A എന്ത് പറയുന്നത്, പത്രസ്വാതന്ത്ര്യം പറയുന്നത്. അതുപോലെ തന്നെ സംസാരിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 20 എന്താണ്, കുറ്റാരോപിതർക്കുള്ള സംരക്ഷണമാണ്. എന്താണ്, കുറ്റാരോപിതർക്കുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 ചോദിച്ചാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21 എന്താണ്, ജീവനും വ്യക്തി
സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21A ചോദിച്ചാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21A പറയുന്നത്. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ചോദിച്ചാൽ ആർട്ടിക്കിൾ 22 അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നമ്മൾ പഠിച്ചത്. എത്ര മുതൽ എത്ര വരെയാണ്? 19 മുതൽ 22 വരെയാണ്. ഇനി അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം. 23ഉം 24ഉമാണ്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എത്രയാണ്? 23ഉം 24ഉമാണ്. അടിമകളെ വിൽക്കരുത്, കുട്ടികളെ പണിയെടുപ്പിക്കരുത്, ഇതാണ് കോഡ്. അപ്പൊ ചൂഷണത്തിനെതിരായ അവകാശം ഏതാണ്? 23ഉം 24ഉമാണ്. കോഡ് എന്താണ്? അടിമകളെ വിൽക്കരുത്, കുട്ടികളെ പണിയെടുപ്പിക്കരുത്. ആർട്ടിക്കിൾ 23 എന്താണ്? മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ എന്നിവ തടയുന്നു, അതായത് അടിമത്തം അവസാനിപ്പിക്കുക. ആർട്ടിക്കിൾ 23 എന്താണ്? മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിൽ എന്നിവ തടയുന്നു. ആർട്ടിക്കിൾ 24 ചോദിച്ചാൽ ബാലവേല നിരോധനം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല? ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പൊ ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ എത്രയാണ്? 23ഉം 24ഉമാണ്. കോഡ് എന്തായിരുന്നു? അടിമകളെ വിൽക്കരുത്, കുട്ടികളെ പണിയെടുപ്പിക്കരുത്. ആർട്ടിക്കിൾ 23 ചോദിച്ചാൽ മനുഷ്യക്കടത്താണ്, നിർബന്ധിത തൊഴിൽ എന്നിവ തടയുന്നു. എന്താണ്? മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ എന്നിവ തടയുന്നതാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ചോദിച്ചാൽ ബാലവേല നിരോധനമാണ്. എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾ? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കരുത്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്ക് നോക്കാം. 25 മുതൽ 28 വരെയാണ്. 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ് കോഡ്? വിശ്വസിക്കാം, ഭരിക്കാം, നികുതി വേണ്ട, ക്ലാസ്സിൽ ഇരിക്കേണ്ട. വിശ്വസിക്കാം, ഭരിക്കാം, നികുതി വേണ്ട, ക്ലാസ്സിൽ ഇരിക്കേണ്ട. ഈ കോഡ് ഓർത്താൽ മാത്രം മതി. എന്താണ് ആർട്ടിക്കിൾ 25? വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. മതത്തിൽ വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 ചോദിച്ചാൽ മതസ്ഥാപനങ്ങൾ ഭരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 26 എന്താണ്? മതസ്ഥാപനങ്ങൾ ഭരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 27 മതത്തിന്റെ പേരിൽ നികുതി പിരിക്കാൻ പാടില്ല. മതത്തിന്റെ പേരിൽ നികുതി പിരിക്കാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ആർട്ടിക്കിൾ 28 പറയുന്നതോ സർക്കാർ വിദ്യാലയങ്ങളിൽ മതബോധനം പാടില്ല. മതങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അപ്പൊ എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. എന്താണ് നമ്മുടെ കോഡ്? വിശ്വസിക്കാം, ഭരിക്കാം, നികുതി വേണ്ട, ക്ലാസ്സിൽ ഇരിക്കേണ്ട. എന്താണ്? വിശ്വസിക്കാം, ഭരിക്കാം, നികുതി വേണ്ട, ക്ലാസ്സിൽ ഇരിക്കേണ്ട എന്നതാണ് നമ്മുടെ കോഡ്. ആർട്ടിക്കിൾ 25 എന്താണ്? വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 25 എന്താണ്? മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 26 എന്താണ്? മതസ്ഥാപനങ്ങൾ ഭരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 26 എന്താണ്? മതസ്ഥാപനങ്ങൾ ഭരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 27 ചോദിച്ചാൽ മതത്തിന്റെ പേരിൽ നികുതി പിരിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 28 ചോദിച്ചാൽ സർക്കാർ വിദ്യാലയങ്ങളിൽ മതബോധനം പാടില്ല. ഇനി നമുക്ക് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ നോക്കാം. അത് ആർട്ടിക്കിൾ 29ഉം 30ഉമാണ്. സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും എന്നോർത്തു വെക്കുക. എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും. ആർട്ടിക്കിൾ 29 എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ ലിപി, ഭാഷ, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. എന്താണ് ആർട്ടിക്കിൾ 29? ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് ഓർത്തു വെക്കുക. ന്യൂനപക്ഷങ്ങളുടെ ലിപി, ഭാഷ, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 30 വിദ്യാഭ്യാസമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും എന്ന് ഓർത്തു വെക്കുക. എന്താണ് ആർട്ടിക്കിൾ 29 പറയുന്നത്? ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 30 ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഇനി നമുക്ക് അവസാനമായിട്ട് ഭരണഘടനാപരമായ പ്രതിവിധി കൂടി നോക്കണം. ഇത് ആർട്ടിക്കിൾ എത്രയാണ്? 32 ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധി. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം. ആർട്ടിക്കിൾ 32 പ്രകാരം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം. ഇതിന്റെ വിശേഷണം എന്താണ്? ആർട്ടിക്കിൾ 32ന്റെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള എന്താണ്? ആർട്ടിക്കിൾ 32നെയാണ്. അപ്പൊ ആർട്ടിക്കിൾ 32 എന്താണ്? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് എവിടെ പോവാം? സുപ്രീം കോടതിയിൽ പോകാം. വിശേഷണം എന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിച്ചു? BR അംബേദ്കർ വിശേഷിപ്പിച്ചു. ഇനി നമുക്ക് ആ കോഡുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. സമത്വം 14 മുതൽ 18 വരെയായിരുന്നു. നിയമം ജാതി നോക്കാതെ ജോലി നൽകി ഐത്തം എന്ന പട്ടം കളഞ്ഞു. ഓർത്തു നോക്കൂ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. കോഡ് എന്താണ്? കോഡ് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ ഓർക്കണം. നിയമം ജാതി നോക്കാതെ ജോലി നൽകി ഐത്തം എന്ന പട്ടം കളഞ്ഞു. അടുത്ത എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. എന്തായിരുന്നു നമ്മുടെ കോഡ്? എന്താണ്? സംസാരിച്ചാൽ കുറ്റമാകില്ല, ജീവനും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. അപ്പൊ സംസാരിച്ചാൽ കുറ്റമാകില്ല, ജീവനും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. ചൂഷണമായപ്പോഴോ? ചൂഷണത്തിനെതിരെയുള്ള ഇത് ഏതായിരുന്നു? ആർട്ടിക്കിൾ 23ഉം 24ഉമായിരുന്നു. അടിമകളെ വിൽക്കരുത്, കുട്ടികളെ പണിയെടുപ്പിക്കരുത്. ഈ കോഡുകളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് ആ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക.